അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിനായിട്ട് ഞാനിവിടെ വരുന്നത്. ആദ്യം ഒരു പൂജ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സമാധാനമായി. രണ്ടാമത് വന്നപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ മോക്ക് പഠിത്തത്തിൽ ഇച്ചിരി മോശമാണ്, കുട്ടിയെ കാണട്ടെ, അത് ഇവിടെ വന്നിട്ട് വിദ്യാപൂജ എന്ന് പറഞ്ഞ ഒരു പൂജയുണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. മോളെ കൊണ്ടുവന്ന് പറഞ്ഞ് ഇയാൾ ഒരു കാര്യം മാഡം ഇറങ്ങിച്ച് വെളിയിലിരും, മോളെടുത്ത് ഇതാണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അമ്മ പോവാം, എന്നെ സ്വാമി ഇതേണക്ക് ബാഡ് ടച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു എന്തു പറ്റി? അത് എൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ സ്വാമി പിടിച്ച്. എനിക്ക് ഭയമായിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ആ സമയത്തുള്ള കാലം ഇത് ജ്യോതിഷം നോക്കാൻ വേണ്ടി വന്നത്. എന്നോട് പറഞ്ഞു, അമ്മായിയമ്മ എനിക്ക് കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ പുള്ളിക്കാരനെ അതായത് ആരോ കൊണ്ട് മരിച്ചുപോയ ഒരു ദുരാത്മാവിൻ്റെ പൊടി കൊണ്ട് വീട്ടിലിട്ടിട്ടുണ്ട്, അതാണ് കാലം ചുറ്റി അനുഭവിക്കുന്നത്, അതാണ് ഒന്നും ശരിയാകാത്തത്. ഇവിടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോഴും പുള്ളിക്കാരൻ സംസാര രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ കൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ ബന്ധപ്പെടുന്ന ആൾക്ക് 10 വയസ്സ് കൂടുതൽ ആയുസ് ലഭിക്കും. ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ സംസാരിക്കുന്ന രീതിയെല്ലാം ഡബിൾ മീനിങ്ങിലുള്ള സംസാരങ്ങളൊക്കെയാണ്. അരുൺ അവിടെ പോയതാണ്. ഇവിടെ എന്താണ് ചരടൊക്കെ കിട്ടിയ കുറേയധികം മനുഷ്യരൂപങ്ങൾ, ഏതാണ്ട് കുറേ കുടങ്ങൾ, എന്താണ് മൊത്തത്തിൽ അതിനകത്ത് കയറുമ്പോഴേക്കും ഒരു പേടിയുണ്ടാവുന്ന ആംബിയൻസ് സെറ്റ് ചെയ്യലാണോ, തട്ടിപ്പാണ് മൊത്തത്തിൽ അരുൺ? ആക്ച്വലി നാട്ടുകാരെല്ലാം വലിയ പേടിയിലാണ്. കാരണം ഈ വീഡിയോ എടുക്കാൻ ആദ്യം ചെന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞത് അവിടെ കയറരുത്, വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകും, ജീവൻ തന്നെ അപായത്തിലാകും എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ തന്നെ അവിടുത്തെ ആവലാതിയും ആശങ്കയും. പക്ഷേ നമുക്ക് ഇക്കാര്യങ്ങളിലൊന്നും തന്നെ വിശ്വാസമില്ല, തട്ടിപ്പാണെന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യമാണ്. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് കയറിയത്. ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനം പോലീസ് നിർത്തിയത് ഒരു പോക്സോ കേസിലാണ്. ഞാൻ അവിടെ നിന്നാണ് ഈ കേസ് തുടങ്ങുന്നത്. പോക്സോ കേസ് മാത്രമായി ഒതുങ്ങേണ്ട കേസല്ല എന്ന് മനസ്സിലാക്കുന്നത് ഈ ഇരയായ പെൺകുട്ടിയുടെ അമ്മയോട് സംസാരിച്ചപ്പോഴാണ്. അവിടെ നിന്ന് തുടങ്ങിയ കേസിൽ പിന്നീട് അന്വേഷിച്ചെത്തിയപ്പോൾ ഇതിൽ ഇരയാക്കപ്പെട്ടവരുടെ കണ്ണിക അത് നീളുകയാണ്. അതാ ഈ വാർത്ത വന്ന് 2 മണിക്കൂർ പിന്നിടുമ്പോൾ ഇതിനോടകം തന്നെ 3 പേർ ഇത് സമാന അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ ഉടൻ തന്നെ രേഖപ്പെടുത്തുന്നതാണ്. കാരണം അവർക്കും പറയാനുള്ളത് ഇതേ അനുഭവങ്ങളാണ്. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ദുരനുഭവം നേരിട്ടവർ വരെ ഉണ്ട്, ഇയാളിൽ നിന്ന് പ്രഗ്നന്റ് ആയവർ വരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഒരു രീതി തന്നെ വ്യത്യസ്തമാണ്. അതേപോലെ ഒരു ഡോക്ടറുമായി ബന്ധപ്പെട്ട അനുഭവം പറയുന്നതാണെങ്കിൽ ഒരു ഡോക്ടറാണ് അല്പസമയം മുമ്പ് വിളിച്ചത്. അത് കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വളരെ സജീവമായി വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർ ഒരു ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചികിത്സയൊന്നും ഫലപ്പെട്ടില്ല. ഒടുവിൽ ഇദ്ദേഹത്തെ ഒരാൾ കൺസൾട്ട് ചെയ്യാൻ പറയുന്നു. ഇയാളെ കൺസൾട്ട് ചെയ്ത് 21,000 രൂപ ഈ ഫീസ് അടച്ച ശേഷം ഒരു തകിടും കൂടും ജപിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വീട്ടിലെത്തിയതിന് പിന്നാലെ അവിടെ ഒരു പച്ച തുണിയിൽ ഒരു നാണയങ്ങൾ കണ്ടു. ആ നാണയം ഇയാൾ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളാണ് അവിടെ കൊണ്ടിട്ടതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഒരു സഹായി നമ്മളോട് വെളിപ്പെടുത്തിയത്. അവിടെ കണ്ടെത്തിയ ആ സാധനവുമായി ഇവിടെ വന്ന് കോഴിയർത്ത് പൂജ ചെയ്തതിന് പിന്നീട് 50,000 രൂപയാണ് വാങ്ങിയത്. ആ ഡോക്ടറിൽ നിന്ന് മാത്രം 4 ലക്ഷത്തിലധികം രൂപ ഇയാൾ വെട്ടിച്ചെടുത്തുവെന്ന് കൂടി പുറത്തുവരുന്ന വിവരങ്ങളുണ്ട്. ഇയാളുടെ തട്ടിപ്പ് അങ്ങനെ ചെറുതല്ല, വലുതാണ്, വ്യാപ്തിയിലുള്ളതാണ്. ഒരുപക്ഷെ പോലീസിന് ഇനി കൂടുതൽ അന്വേഷിച്ചാൽ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കാൻ കുറെ കൂടി എളുപ്പമാണ്. പക്ഷേ പോലീസ് എന്തുകൊണ്ടാണ് ഒരു പോക്സോ കേസിൽ മാത്രം ഈ പ്രതിയെ ഒതുക്കി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ക്ലോസ് ചെയ്തെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസിലെ ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് നാട്ടുകാരും ഇരയാക്കപ്പെട്ടവരും പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ പോലീസിനും ഇയാളെ പേടിയാണോ, ഇയാൾ ഈ പറയുന്ന പരിപാടിയൊക്കെ കാണിച്ച് എന്തെങ്കിലും ചെയ്തോളെ ഒന്ന് പേടിയൊക്കെ ഉണ്ടോ എന്ന് വ്യക്തമാവട്ടെ. എന്തായാലും ഇത്തരത്തിൽ ഈ എന്താണ് മരിച്ചുപോയ ദുരാത്മാക്കളുടെ പൊടി കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടു, അതാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കുന്ന മനുഷ്യന്മാർ അത്രയും സാധു മനുഷ്യന്മാർ, അത്രയും നിഷ്കളങ്കരാണ്, പാവങ്ങളാണ്. അങ്ങനെ നിഷ്കളങ്കരായ പാവങ്ങളെ പറ്റിച്ച് എത്ര പേരെ ലൈംഗികമായും അല്ലാതെയും ഒക്കെ ചൂഷണം ചെയ്തുവെന്ന് വിശാലമായ അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. ഒപ്പം ഈ സ്വാമിയുടെ വിശാലമായ ബന്ധങ്ങൾ എന്താണെന്നും വ്യക്തമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.